നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിനെതിരായ യുദ്ധം 80 ദിവസം പിന്നിടുമ്പോൾ ഗാസയിൽ പോരാട്ടം കടുപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരികയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദം ഉയരുന്നതിനിടെയാണ് ഗാസയിൽ കരയാക്രമണം വിപുലീകരിക്കാനുള്ള നെതന്യാഹുവിന്റെ നിർദ്ദേശം. യുദ്ധം അവസാനിപ്പിക്കാറായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ സൈനികരെ കണ്ടുമടങ്ങിയ ശേഷമായിരുന്നു പ്രസ്താവന. ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല, പോരാട്ടം തുടരുകയാണ്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതൊരു നീണ്ട യുദ്ധമായിരിക്കും, അവസാനം നെതന്യാഹു പറഞ്ഞു. ഗാസയിൽ ബന്ദികളാക്കിയിരിക്കുന്ന 100ഓളം പേരെ സൈനിക സമ്മർദ്ദം ചെലുത്താതെ മോചിപ്പിക്കാനാകില്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 23 പേർ കൂടി കൊല്ലപ്പെട്ടു. ഒറ്റ രാത്രിയിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം 100 കവിഞ്ഞതായാണ് റിപ്പോർട്ട്. മധ്യ ഗാസയിലെ മഗസെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 70 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20,674 ആയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ആരോഗ്യ മേഖല താറുമാറായ ഗാസയിൽ ഏകദേശം 50,000 ഗർഭിണികൾ ഐക്യരാഷ്ട്രസഭ കണക്കുകൾ പുറത്തുവിട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിദിനം 180 പ്രസവങ്ങൾ വരെ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. UN റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പലസ്തീനിയ റെഫ്യൂജീസ് ആണ് ഏക ആശ്വാസം. നഴ്സുമാരും മിഡ്വൈഫർമാരും പ്രസവാനന്തര ശുശ്രൂഷകൾ നടത്തുന്നതിനും മറ്റുമായി കഠിന പ്രയത്നം ചെയ്യുകയാണ്. നിലവിൽ UNRWA 7 കേന്ദ്രങ്ങളാണ് ഇതിനായി തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ 22-ലെ ഇസ്രായേൽ ആക്രമണത്തിന് മുൻപ് ഇവിടെ ഇത്തരത്തിലുള്ള 22ഓളം കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര ഏജൻസിക്ക് ഉണ്ടായിരുന്നു. ഗാസയിൽ ആരോഗ്യ മേഖല ആകെ തകർന്ന അവസ്ഥയിലാണെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവിയും ഞായറാഴ്ച പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളിലും രോഗികൾക്ക് സേവനം ലഭ്യമാക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. എക്സ് പ്ലാറ്റ്ഫോമിലൂടെ കൂടിയാണ് ടെഡ്രോസ് അഡ്നോം ഗബ്രിയോസിസ് ഇക്കാര്യം പറഞ്ഞത്. കനത്ത അരക്ഷിതാവസ്ഥ നിലനിൽക്കുമ്പോഴും മുറിവേറ്റ രോഗികളുടെ പ്രവാഹം തുടരുമ്പോഴും ഡോക്ടർമാരും നഴ്സുമാരും ആംബുലൻസ് ഡ്രൈവർമാരും അടങ്ങുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കുറിച്ചു. യുദ്ധത്തിന് മുൻപുണ്ടായിരുന്നതിന്റെ 38% കിടക്കകൾ മാത്രമേ ഇപ്പോൾ ലഭ്യമുള്ളൂ എന്നും ലോകാരോഗ്യ സംഘടനാ വക്താവ് ചൂണ്ടിക്കാണിച്ചു. അതുപോലെ നേരത്തെ പലസ്തീനിൽ ഉണ്ടായിരുന്നതിന്റെ 30% ആരോഗ്യ പ്രവർത്തകർ മാത്രമേ ഇപ്പോൾ ജോലി ചെയ്യുന്നുള്ളൂ. അതേസമയം അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ആശുപത്രികൾ ഇസ്രായേൽ തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഡിസംബർ 20 പ്രകാരമുള്ള ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഗാസയിൽ ആരോഗ്യ മേഖലയിലെ കെട്ടിടങ്ങൾക്ക് നേരെ ഇസ്രായേൽ 246 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിരവധി ആംബുലൻസുകൾക്കും നേരെയും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികൾ ഭക്ഷണത്തിനായി യാചിക്കുന്ന കാഴ്ചകൾ വരെ കാണാൻ കഴിയുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ച ലോകാരോഗ്യ സംഘടന പറഞ്ഞിരുന്നു. യുദ്ധം നടക്കുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്ന 36 ആശുപത്രികളിൽ വെറും 9 എണ്ണം മാത്രമാണ് ഭാഗികമായിട്ടാണെങ്കിലും ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതേസമയം വടക്കൻ ഗാസയിൽ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. ഗാസയിലെ 80% ജനങ്ങളെയും തെക്കൻ ഗാസയിലേക്ക് മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു.